ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഇതുവരെയായും ഡോക്ടർമാരൊന്നും പുറത്തു വരാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ജഗദീഷ്. ഇത് കേൾക്കുന്ന ഗിരി പറയുകയാണ് ഓപ്പറേഷൻ കഴിയാൻ സമയമായിട്ടില്ല. അതേസമയം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്ന് കാർത്തി പറയുകയാണ്, മീനാക്ഷി നീ കരയാതിരിക്ക്, നിന്റെ അച്ഛൻ്റെ അച്ഛനല്ലേ ആയിരിക്കുന്നത്, കണ്ടില്ലേ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മീനാക്ഷി മുത്തശ്ശനെ നോക്കുന്നു. തുടർന്ന് ACP നന്ദിനിയെ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ദേവമ്മയും പ്രാർത്ഥിക്കുകയാണ്, നീയും അതുപോലെ തന്നെ പ്രാർത്ഥിക്ക്, എന്താണെങ്കിലും വല്യച്ഛന് ഒന്നും തന്നെ വരില്ലെന്നും കാർത്തി പറയുന്നു. അതേസമയം ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. ഓപ്പറേഷൻ സക്സസ് ആയിട്ടുണ്ടെന്നും പക്ഷേ 24 മണിക്കൂർ കഴിയാതെ തീർത്തും ഒന്നും പറയാൻ സാധിക്കില്ലെന്നും ഡോക്ടർ പറയുന്നു. ഇത് കേൾക്കുന്ന കാർത്തി എല്ലാവരോടും വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയുമ്പോൾ ഞാൻ എന്താണെങ്കിലും പോകില്ലെന്ന് മീനാക്ഷി വാശി പിടിക്കുകയാണ്. പിന്നെ കുഞ്ഞിനെ എന്ത് ചെയ്യുമെന്ന് കാർത്തി ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ഞാൻ ഇവിടെ നോക്കിക്കോളാമെന്ന് മീനാക്ഷി പറയുന്നു. അതൊന്നും ശരിയാകില്ല മോളെ എന്ന് ഗിരി പറയുമ്പോൾ നന്ദിനി പറയുകയാണ്, എന്നാ ഞാനും കൂടി ഇവിടെ തന്നെ നിൽക്കാം. വേണ്ട ദൈവമേ, എല്ലാവരും കൂടി ഇവിടെ നിന്നാൽ എങ്ങനെയാ, അവിടെ മുത്തശ്ശി ഒറ്റയ്ക്കല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാനും മീനാക്ഷിയും ഇവിടെ നിൽക്കാം, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പൊക്കോ. അങ്ങനെ നന്ദിനി അതിന് സമ്മതിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും ഗിരിയും കൂടി ചെമ്പകമംഗലത്തേക്ക് പോകുന്നതാണ്. പോകുന്ന വഴി ഒരു പള്ളി കാണുമ്പോൾ ഗിരിയോട് വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്കാൻ നന്ദിനി പറയുന്നു. അങ്ങനെ നന്ദിനി അവിടെ ഇറങ്ങി മാതാവിന്റെ മുന്നിൽ നിന്ന് തന്റെ ജയേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതേസമയം തന്റെ മകന് വേണ്ടി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ എത്തിയിരിക്കുകയാണ് രാജലക്ഷ്മി. ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത് തന്റെ മകനെ തനിക്ക് തിരിച്ചു തരണേയെന്ന് രാജലക്ഷ്മി അമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയെയും ഗിരിയെയുമാണ്. മറ്റൊരു പെണ്ണിനു വേണ്ടി തന്നെ വലിച്ചെറിഞ്ഞു പോയ ജയറാമിനോട് നന്ദിനിക്ക് ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞ് ജയറാമിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നന്ദിനിയെ നോക്കി നിൽക്കുകയാണ് ഗിരി. തുടർന്ന് രണ്ടുപേരും ജയറാമിനു വേണ്ടി മെഴുകുതിരികൾ കത്തിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ICUവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മീനാക്ഷിയാണ്. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ മീനാക്ഷി ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഡോക്ടർ, എൻ്റെ അച്ഛനിപ്പോ ഒന്നും പറയാൻ സാധിക്കില്ല, 24 മണിക്കൂർ കഴിയണം. ധൈര്യമായിട്ട് ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഡോക്ടർ മീനാക്ഷിയോട് പറയുമ്പോൾ മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കൈമളും ജഗദീഷും ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുകയാണ്. അമ്മ എവിടെയെന്ന് ജഗദീഷ് ചോദിക്കുമ്പോൾ മുറിയിലുണ്ടാകുമെന്ന് കൈമൾ പറയുന്നു. എന്നാലും എൻ്റെ അമ്മയുടെ മനസ്സ് ഇത്ര കല്ലായി പോയല്ലോ അച്ഛാ. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് ഇത്രയും നാളും അഭിമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോ എന്നൊക്കെ ജഗദീഷ് പറയുമ്പോൾ കൈമൾ പറയുകയാണ്, 5 മിനിറ്റിൽ കൂടുതലായിട്ട് എനിക്ക് അവളോട് പിണങ്ങിയിരിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ ഈ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് അവളോട് മിണ്ടാൻ കൂടി തോന്നുന്നില്ല. വേണ്ടച്ച, ഈ കാര്യം പറഞ്ഞ് അച്ഛനും അമ്മയും തമ്മിൽ പിണക്കത്തിലാകണ്ടെന്ന് ജഗദീഷ് പറയുന്നു. അതേസമയം മാലതി അങ്ങോട്ടേക്ക് വരികയാണ്. ജയറാമേട്ടന് എങ്ങനെയുണ്ടെന്ന് മാലതി ചോദിക്കുമ്പോൾ ഇതൊരു ഔപചാരികതയോ അതോ നീ ആത്മാർത്ഥമായിട്ടാണോ ചോദിച്ചതെന്ന് ജഗദീഷ് ചോദിക്കുന്നു. അതെന്താ ജഗദീഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞതെന്ന് മാലതി ചോദിക്കുമ്പോൾ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് ജഗദീഷ് പറയുന്നു. അമ്മയും അച്ഛനെയും വിളിച്ച് ആഹാരം കൊടുക്കാൻ നോക്കാൻ ജഗദീഷ് പറയുകയാണ്. ഇത് കേൾക്കുന്ന മാലതി മുറിയിലേക്ക് പോകുമ്പോൾ രാജലക്ഷ്മി അമ്മ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ടെൻഷനോടെ മാലതി ജഗദീഷിന്റെ അടുത്തേക്ക് ഒന്ന് പറയുകയാണ്, അത് ജഗദീഷ് ഏട്ടാ, അമ്മ മുറിയിലൊന്നുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ എങ്ങും രാജലക്ഷ്മി അമ്മ ഉണ്ടായിരുന്നില്ല. ഇനി ഹോസ്പിറ്റലിൽ വല്ലതും പോയി കാണുമോ എന്ന് ജഗദീഷ് ചോദിക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. രാജലക്ഷ്മി ഇതെവിടെ പോയതാ, ഞങ്ങളെല്ലാവരും പേടിച്ചു പോയെന്ന് കൈമള് പറയുമ്പോൾ എന്താ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോയെന്ന് നിങ്ങൾ കരുതിയോ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു. 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിനക്കിതൊന്നും കേട്ടിട്ടും ഒരു സങ്കടവുമില്ലേ രാജലക്ഷ്മി എന്ന് കൈമള് ചോദിക്കുന്നു. അവനില്ലാതെയല്ലേ 19 കൊല്ലം ഞാൻ ജീവിച്ചത്, ഇനിയും അങ്ങനെ തന്നെ ജീവിക്കുമെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കുളിച്ചു കഴിഞ്ഞ് സിന്ദൂരം തൊടുന്ന നന്ദിനിയെയാണ്. നന്ദിനിക്ക് പെട്ടെന്ന് ജയറാമിന്റെ കാര്യം ഓർമ്മ വരുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.